ഹലോ, നീ കാട്ടാക്കട എവിടെ ഉള്ളത്? നീ കാട്ടാക്കട എവിടെ ഉള്ള? കാട്ടാക്കട മെല്ലിട്ടക്കണ മോഹൻ അറിയാമോ നിനക്ക്? കാട്ടാക്കട പട്ടാളത്തിൽ ജോലിയുള്ള ചന്ദ്രൻ അറിയാമോടെ? നടന്നു വരുന്നു. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട. ഈ വീഡിയോയുടെ കമന്റിൽ ഒരു ലൈക്ക് പോലും ഇല്ലാതെ നിങ്ങൾക്ക് കമന്റ് ഇടാൻ കഴിഞ്ഞാൽ എന്റെ വീടും പറമ്പും നിങ്ങൾക്ക് എഴുതി തരും. ചോദ്യമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ട്രൗസറിലെ പാന്റിൽ മൂത്രമൊഴിച്ചിട്ടാണല്ലോ ഇയാൾ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയും മറ്റുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരും വന്നപ്പോ എവിടെ പോയി ഈ മഹാന്റെ ധൈര്യം? എവിടെ പോയി പോലീസിന്റെ ഊർജം? ഈ മഹാൻ അങ്ങനെ കാൽമുട്ടുകൾ കൂട്ടിയിടിച്ച് വിറച്ച് ഉമ്മൻചാണ്ടിയുടെ മുന്നില് പാൻസിൽ മൂത്രമൊഴിച്ച് നിൽക്കുന്നത് പോലെയാണല്ലോ അയാളുടെ ശരീരഭാഷ കണ്ടത്. നിങ്ങളെ കണ്ടപ്പോൾ ട്രൗസറിൽ മൂത്രമൊഴിച്ചെന്നൊക്കെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഇതേ യതീഷ് ചന്ദ്ര. ഞാൻ അദ്ദേഹത്തിന്റെ ട്രൗസർ പൊക്കി നോക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അത് നോക്കിയവർക്കേ കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ജയ് ഹിന്ദ്. ഓക്കെ, വന്ദേ ഭാരതം. ഭാരതം എന്ന് പറയാലോ? ആ, ഭാരതം എന്നും പറയാം. ഞാനിപ്പോ വിട്ടോ. അല്ല, അങ്ങനെ പറയാം. വന്ദേ മാതരം എന്നും പറയാം, ഭാരതം എന്നും പറയാം. എന്തോ. താങ്ക് യു ശ്രീദിൻ ബ്രോ, താങ്ക് യു. ലവ് യു ബ്രോ, ലവ് യു, ലവ് യു, ലവ് യു. വന്ദേ ഭാരത്. വന്ദേ ഭാരത്. എടാ, വന്ദേ ഭാരതം. വന്ദേ ബസ്സിന്റെ പേരല്ലേ? വന്ദേ രാം. വന്ദേ മന്ദാരം. ഇവിടെ ആരും കാണില്ലല്ലോ. നാടൻ ചിന്തുചിലമ്പണ്ട്, നാലും കൂട്ടി മുറുക്കണ്ടേ, നാലില്ല തന്നെ കണ്ടൊരു നാണ്യം വാങ്ങണ്ടേ, ഈ നാടോടി ചെണ്ടയടി. ഇന്നും ഹൃദയ സംഗം ശിവലിംഗങ്ങൾ തൊഴുതു, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം എല്ലാം അറിയും നിന്റെ നീലരജനികൾ നിദ്രയോട് നിറയവേ, ഉള്ളിലുള്ള കോവിലുള്ളിൽ നട തുറന്നു കിടന്നു. നിനക്ക് എന്താടാ വേണ്ടത്? 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്നാരും ശ്രദ്ധിക്കില്ല. അടികൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാക്കരുത്. അവൻ അത്രയ്ക്ക് വലിയ ഗ്യാങ്സ്റ്ററാണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ദശമുല കണ്ടു കാണുമെന്തോ. എന്താ മധുമാസം വിരിയണ മനമാകെ കുളിരണ കഴിഞ്ഞോ? ഓക്കെ, യെസ്, റെഡി. യെസ്, പുഷ് ദി ഷോൾഡർ. അതെ, ഇവക്ക് ഇതെന്തിന്റെ കേടാ? രാധിക അപ്പോഴേ പറഞ്ഞതായി അഭ്യാസത്തിനൊന്നും പോകണ്ട. നമസ്കാരം. ഇല്ല, ഇനി കുനിയാ ഒക്കത്തില്ല. കുനിഞ്ഞ വിവരം അറിയും. ഇത് വലിയ കുഴപ്പമില്ല. അരിയാട്ടുന്ന ഒരു ഫീലേ ഉള്ളൂ. കൊള്ളാം.
ഇല്ല എന്നെ ഇനി വിളിക്കണ്ട, ഞാൻ ഈ കളിക്കിനിയില്ല. ഉച്ചക്കഞ്ഞ് കുടിച്ചു കഴിഞ്ഞതേ ഉള്ളൂ, ഇനി അല്പം പള്ളി ഉറക്കമാവാം. ഇവന്മാരൊന്നും ഇപ്പൊ എഴുന്നേക്കല്ലേ. മറ്റുള്ളവർ നിന്നെ പൊട്ടനെന്ന് വിളിക്കുമ്പോൾ നീ വിഷമിക്കേണ്ട, മറിച്ച് ആ നഗ്ന സത്യം ഉൾക്കൊണ്ടാൽ മാത്രം മതി. അയ്യോ മറന്നു. ധുപശിനം.